ഹലോ മക്കൾസ്, ബാബു സാറാണേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിലൊന്നാണ് വ ബഡ്കാ ഹുവാ പീർ എന്ന് പറയുന്നത്. സംസ്മരണാണ്. വ ബഡ്കാ ഹുവാ പീർ, അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സന്യാസി എന്നാണ് പാഠത്തിന്റെ പേര്. ഓക്കെ, രാജാ ബുദ്ധിരാജാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഒരു ഡൽഹിയിലെ ഒരു ഓട്ടോറിക്ഷയിൽ ആളുകളെ കൊണ്ടുപോകുന്ന ഒരു പയ്യനെ കുറിച്ചുള്ളതാണ്. ആ പയ്യനെ അവർ ഗുൽമോഹർ വൃക്ഷവുമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. പച്ചപ്പ് നിറഞ്ഞൊരു വർഷം മുഴുവനും അവർ എന്ത് ചെയ്യുന്നു? ആ ഗുൽമോഹർ തണൽ നൽകുകയും പൂക്കൾ കൊണ്ട് നിറച്ചിട്ട് ചുവന്ന പൂക്കളും തണൽ നൽകുകയും ചെയ്യുന്ന ഒരു ഗുൽമോഹർ ചെടിയെ പോലെയാണ് ഇപ്പോൾ പയ്യനെ ഉപമിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ പാഠവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് റപ്പഡ് തയ്യാർ കീജിയെ എന്നൊരു ചോദ്യം വരും. ഇതിൽ മാത്രമല്ല റപ്പട്ട്, പക്ഷേ ഈ റപ്പട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് ദുഃഖ് എന്ന പാഠത്തിൻ്റെ അകത്ത് ഗോംചെ ബേച്ചിനെ വാലെ പയ്യനെ കുറിച്ചുള്ള റപ്പട്ടും കൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നമ്മൾ ഇന്ന് വൈകുന്നേരത്തെ മെഗാ മാരത്തോണിൽ നമ്മൾ കൃത്യമായി ചർച്ച ചെയ്യും. അതുകൊണ്ട് തന്നെ മെഗാ മാരത്തോണിൽ എല്ലാവരും കൃത്യസമയം ജോയിൻ ചെയ്യുക. ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ പാഠവുമായി ബന്ധപ്പെട്ട് നമുക്ക് റപ്പഡ് തയ്യാർ കീജി എന്ന് പറഞ്ഞാൽ ചോദ്യം ഇങ്ങനെയായിരിക്കും. നോക്ക് മക്കളെ, ഒരിക്കൽ ചോദിച്ചതും വളരെ പ്രധാനപ്പെട്ടതുമായ ചോദ്യമാണ്. മഷ്ക് വാല സ്കൂട്ടർ, തുകൽ സഞ്ചിക്കാരനായ സ്കൂട്ടർ വാലൻ, അതായത് സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ സ്കൂട്ടർ റിക്ഷ के बारे में अखबार में एक विशेष समाचार छपा जाता है. ന്യൂസ് പേപ്പറിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നു. വ കിസ് പ്രകാർ ഹോഗ, അതെങ്ങനെയായിരിക്കാം? വ റിപ്പോർട്ട് തയ്യാർ കരയും, ആ റിപ്പോർട്ട് നിങ്ങളോട് തയ്യാറാക്കാനാണ് ചോദ്യം. ചോദ്യം എങ്ങനെയാണ്? ആ ചോദ്യം വന്നാൽ അതിന്റെ ഉത്തരം എങ്ങനെയാണ്? റിപ്പോർട്ട് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? ആദ്യം നമ്മളൊരു ഹെഡിങ് ഉണ്ടായിരിക്കണം, പിന്നെ നമുക്ക് സ്ഥലത്തിന്റെ പേരുണ്ടായിരിക്കണം, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ എഴുതിയിരിക്കണം. ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തേണ്ടത്. അതൊരു ബോക്സിലൊക്കെ ആക്കി വൃത്തിയാക്കിയിട്ട് റിപ്പോർട്ട് പോലെ ആക്കണം. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സ്ക്വയർ ബോക്സിലൊക്കെ ആക്കിയിട്ട് വേണം നിങ്ങൾ എഴുതാൻ. നോക്കൂ മക്കളെ, ദിൽ കാ റിശ്ത ജോഡ്നെ വാല സ്കൂട്ടർ. ദിൽ എന്ന് പറഞ്ഞാൽ മനസ്സ്, മനസ്സിന്റെ ബന്ധമുണ്ടാക്കുന്ന, ദിൽ കാ റിശ്ത മനസ്സുകളുടെ ബന്ധം, ജോഡ്നെ വാല സ്കൂട്ടർ എന്നാണ്. ദില്ലി ആജ് കി ദുനിയ, ഇന്നത്തെ ലോകം സ്വാർത്ഥകദാസെ ബരിയുഹിയെ, ഓരോരുത്തരും സ്വന്തം കാര്യം സിന്താബ എന്നുള്ള കാര്യവുമായിട്ട് എങ്ങനെങ്കിലും ഏതെങ്കിലും മാർഗത്തിലൂടെ മറ്റവനെ എന്താ പറയുക ആക്രമിച്ചിട്ടാണെങ്കിലും മോഷ്ടിച്ചിട്ടാണ് പണം സമ്പാദിക്കുക എന്നുള്ള മാർഗമാണെന്ന് എല്ലാവരും ചിന്തിക്കുന്നത്. അതുകൊണ്ട് താൻ തൻ്റെ സുഖം എത്തുന്നതിലപ്പുറം വേറെ സ്വാർത്ഥത നിറഞ്ഞു നിൽക്കുന്നവരാണ്. പക്ഷെ നല്ലവരുണ്ട്. ആജിക്ക് ദുനിയ, ഇന്നത്തെ ലോകം സാർത്ഥകദാസെ ബരിഹുയെ, സാർത്ഥത കൊണ്ട് നിറഞ്ഞതാണ്. ഫിർബി, എന്നിട്ടും കുച്ച് ലോകവും ഐസബിഹെ, എന്നാലും കുറച്ച് ആളുകൾ അങ്ങനെയുണ്ട്. ജോ ദൂസറോ കീലി ജീത്തയെ, തങ്ങൾക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന കുറേ ആളുകളുമുണ്ട്. ദില്ലി കാ മഷ്ക് വാല സ്കൂട്ടർ ഇസ്കാ സബൂത്ത് ഹെ, ദില്ലിയിലെ മഷ്ക് വാല തുകൽ സഞ്ചിയിൽ വെള്ളം നിറച്ചു പോകുന്ന സ്കൂട്ടർ റിക്ഷക്കാരനായ ഒരു പയ്യൻ, ഇസ്കാ സബൂത്ത് ഹെ, ഇതിന് തെളിവാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകൾക്ക് തെളിവാണ്. ബച്പൻ കുട്ടിക്കാലത്ത് തന്നെ ഉൻകി, അവന്റെ മാം കാ ഉപദേശ് സുൻകർ, അമ്മയുടെ ഉപദേശം കേട്ടിട്ട് ജീവൻ ഭർ, ജീവിതം മുഴുവൻ യാത്രിയോക്കോ, യാത്രക്കാർക്ക് പാനി പിലാനേക്ക് പ്രതിജ്ഞാലി, വെള്ളം കൊടുക്കാനുള്ള പ്രതിജ്ഞ എടുത്തു എന്ന് പറഞ്ഞാൽ അവൻ റിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കും, ആൾക്കാരെ വണ്ടി കയറ്റിക്കൊണ്ടിരിക്കും, മാന്യമായ കൂലി കിട്ടുന്ന കൂലി കൊണ്ട് അവൻ വെള്ളം വാങ്ങിയിട്ട് വഴി യാത്രക്കാരായ ആളുകൾക്ക് മുഴുവൻ ദാഹമായിട്ടുന്നതിന് വേണ്ടി വെള്ളം സൗജന്യമായിട്ട് കൊടുക്കും. ഓക്കെ, ആജീവിക ചലാനേക്കിലി, നിത്യവൃത്തിക്കുള്ളത് അല്ലെ. അപ്പൊ ഇസ്കാ ബച്പൻ ഗരീബിമേം ബീത്താത, ഈ ഇസ്കാ ബച്പൻ ഇവന്റെ കുട്ടിക്കാലം ഗരീബിമേം ബീത്താത, ദാരിദ്ര്യത്തിലാണ് ഈ കുട്ടിയുടെ ജീവിതം കഴിഞ്ഞു പോകുന്നത്. ആജീവിക ചലാനേക്കിലി, ആജീവിക ചലാന എന്ന് പറഞ്ഞാൽ നിത്യവൃത്തിക്കുള്ളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്കൂട്ടർ ചലാത്തെ, അവൻ വണ്ടി ഓടിക്കുന്നു. സാത്ത്, ഈ കൂടെ തന്നെ അപ്പനി കമായിസി, തന്റെ സമ്പാദ്യത്തിൽ നിന്ന് മഷ്ക് മേ പാനി ബർവാക്കർ, തന്റെ തുകൽ സഞ്ചിയിൽ പാനി ബർവാക്കർ വെള്ളം നിറപ്പിച്ചിട്ട് ദൂസറോ കി പ്യാസ് ബുച്ചാത്തെ, മറ്റുള്ളവരുടെ ദാഹം വഴിയിലൂടെ മാറ്റി കൊടുക്കുകയും ചെയ്യും. പോകുമ്പോൾ ലോകം കെ ദിൽമേം, മറ്റുള്ളവരുടെ മനസ്സിൽ ജഗ ബനാക്കർ, സ്ഥലമുണ്ടാക്കിയിട്ട് ദിൽ സെ റിശ്ത ജോഡ്നെ വാല, മനസ്സുകൊണ്ട് ബന്ധം കൂട്ടിയുറപ്പിക്കുന്ന മഷ്ക് വാല സ്കൂട്ടർ, ആ തുകൽ സഞ്ചിക്കാരനായ റിക്ഷക്കാരൻ, സബുമേം എല്ലാവരിലും ആദർ കാ പാത്ര ബൻ ഗയാഹെ, ഒരു ആദരവ് പിടിച്ചു പറ്റുന്ന കഥാപാത്രമായി മാറിയിരിക്കുന്നു. എല്ലാവരും വളരെ ഭയഭക്തി ബഹുമാനം എന്നതിനപ്പുറത്ത് സ്നേഹത്തോടു കൂടിയുള്ള ഒരു റെസ്പെക്റ്റ് ഈ കുട്ടിക്ക് നൽകുന്നു. അവൻ എല്ലാവരുടെയും ഹൃദയത്തിലാണ് ഇന്ന് ജീവിക്കുന്നത് എന്ന രീതിയിലാണ് വാർത്ത വന്നത്. ഇത് ഒരു റെപ്പട്ടാണ്. ഇതുപോലെ നമുക്ക് നിരവധി റെപ്പട്ടുകളുണ്ട്. അതെല്ലാം തന്നെ നമ്മൾ ഇന്ന് വൈകുന്നേരത്തെ മെഗാ മാരത്തോണിൽ നമ്മൾ പ്രത്യേകിച്ച് ഗോംചെ വാലേക്കൽ എടുക്കുക. റെപ്പട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ റെപ്പട്ട് അതിനേക്കാളേറെ പ്രധാനപ്പെട്ടാണ്. അതുകൊണ്ടാണ് ഈ റിപ്പോർട്ടിനായിട്ട് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ ഗംഭീരമായിട്ട് പഠിക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിന്ന് മെഗാ മാരത്തോണിൽ ചർച്ച ചെയ്യും. എല്ലാവരും കൃത്യസമയം ജോയിൻ ചെയ്യുക, നമുക്ക് സെറ്റാക്കി പഠിക്കാം. ഓക്കെ, താങ്ക് യു.